എപ്പോഴും വയറ് വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥ. കുറച്ച് ഫുഡ് കഴിച്ചാൽ പോലും വയറ് ഫുള്ളായിട്ടുള്ള ഒരു ഫീല്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്യാസ്. ചിലർക്ക് ഫുഡ് കഴിച്ച ഉടനെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരിക. പക്ഷെ നമ്മളത് അസിഡിറ്റി ആണെന്ന് കരുതി ഉടനെ തന്നെ എന്താ ചെയ്യുക? ആൻറ്റാസിഡ്സ് കഴിക്കും അല്ലേ? ആക്ച്വലി അവിടെ തന്നെയാണ് ഏറ്റവും വലിയ പിശക് നടക്കുന്നത്. കാരണം ഇത് അസിഡിറ്റി അല്ല, ആക്ച്വലി ഹൈപ്പോ അസിഡിറ്റി. അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിന്റെ അളവ് കുറയുക എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഇതാണ് പലരിലും കാണുന്നത്. പക്ഷെ നമ്മൾ ഈ അസിഡിറ്റി ആണെന്ന് കരുതി ആൻറ്റാസിഡ്സ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്റം ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബേസിക് പവർ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താ സംഭവിക്കുക? ഫുഡ് ഡൈജസ്റ്റ് ആവാതിരിക്കും, ബ്ലോട്ടിങ്, ഫാറ്റിഗ്, മാലബ്സോർപ്ഷൻ ഇതെല്ലാം കൂട്ടും. സോ ആദ്യം നമ്മൾ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ അസിഡിറ്റി ആണെങ്കിൽ നമ്മുടെ വയറ്റിൽ കത്തുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകും. അതുപോലെ തന്നെ നെഞ്ചരിച്ചൽ, പുളിച്ചു തികട്ടൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. എന്നാൽ ഇനി ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ വയറ് വന്നിട്ട് ഒരു നിറഞ്ഞു വീർത്തിരിക്കുന്ന പോലത്തെ ഒരു ഹെവിനെസ്, അതേപോലെ തന്നെ ഫുഡ് കഴിച്ചാലും ഡൈജസ്റ്റ് ആവുന്നില്ലേ എന്നൊരു തോന്നൽ, പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ആണെങ്കിൽ ഗ്യാസ്, ബ്ലോട്ടിങ്, ക്ഷീണം, അതൊക്കെയാണ് ഹൈപ്പർ അസിഡിറ്റിയുടെ മെയിൻ കംപ്ലയിൻസ് എന്ന് പറയുന്നത്. ഈ ആൻറ്റാസിഡ്സ് ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി ആണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിലീഫ് കിട്ടും. പക്ഷേ ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ ഇതിൽ നിന്ന് റിലീഫ് കിട്ടേമില്ല. അത് മാത്രമല്ല, ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കുറച്ചും കൂടി വഷളാകാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അസിഡിറ്റി ആണെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. Velith Homeopathy on a mission to cure.